ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനായിട്ടുള്ള ചിക്കനാണിത്. 1 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കാൻ പോകുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെയുള്ള പേസ്റ്റാണ്. അത് ഒരു 1.5 സ്പൂൺ ഇട്ടു. ഗരം മസാലപ്പൊടി 1 സ്പൂൺ ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടു. മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. ഉപ്പ് പാകത്തിന്. ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് കുഴക്കട്ടെ. നന്നായി കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കാം. ഉള്ളി വഴറ്റാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉള്ളിയിലേക്ക് വഴറ്റി മുറിച്ച് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ട് വഴറ്റി വെക്കുകയാണ്. അതിനായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചീനച്ചട്ടിയിൽ. അടുപ്പുമ്മലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മാറ്റി വെക്കണം. നന്നായി ഒന്ന് ബ്രൗൺ നിറാവണം. ബ്രൗൺ നിറായി കഴിഞ്ഞാൽ കോരിയെടുക്കാം. ചിക്കൻ്റെ അകത്തേക്കുള്ള ഉള്ളി വഴറ്റാൻ ബാക്കി വന്ന ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് ഇടുകയാണ്. അതിലേക്ക് വേണ്ട ഉള്ളി വഴറ്റാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അതിലേക്ക് മുറിച്ച് വെച്ച ഉള്ളിയും കൂടെ ഇടുകയാണ്. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. പച്ചമുളക് ഇട്ടു. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. രണ്ടും കൂടെ ഒന്നിച്ച് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി ഏതാണ്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഗരം മസാലപ്പൊടി, ഉപ്പ് പാകത്തിന് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇത് എല്ലാം നന്നായി വഴന്നു വന്നു. അതിലേക്ക് ചിക്കനും കൂടെ ഇടുകയാണ്. ഉള്ളി വഴന്ന് വന്നതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. നാരങ്ങനീര് കുറച്ച് നേരത്തെ പിഴിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ അല്ലാണ്ട് കഷ്ണത്തിൻ്റെ അകത്ത് തന്നെ പിഴിഞ്ഞ് ചേർക്കുകയാണ്. ഗ്രേവിയോട് കൂടെയുള്ള ചിക്കൻ റെഡിയായി. ഇനി അരി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കുകയാണ്. ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്
ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിക്കുകയാണ്. 1 കിലോ അരിയാണ്. 1 കിലോ അരി ഇതാ 1 കിലോ അരി. അതിലേക്ക് ഒരു 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 8 ഗ്ലാസ് വെള്ളമാണ്, അത് ഒഴിച്ചു. ഇനി അതിലേക്ക് പട്ട, ഇല, ഗ്രാമ്പൂ, കച്ചോലം, ഏലക്കായ് എല്ലാം ഇട്ട് കഴിഞ്ഞു. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞാക്കുകയാണ്. പാകത്തിന് ഉപ്പും കൂടെ ഇടണം. വെള്ളം നന്നായി തിളച്ചു. അരി ഇടുകയാണ്. അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു. അതിലേക്ക് മല്ലിച്ചപ്പെല്ലാം ഇട്ടു, ചോറിട്ടു. അതിൻ്റെ മേലേക്ക് ചിക്കൻ ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ച ചിക്കനാണ് അതിലേക്ക് എടുത്തിടുന്നത്, ചോറിലേക്ക്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ മേലെ വിതറി കൊടുത്തു. കുറച്ച് ഉള്ളി നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ളത് എടുത്തിട്ടു. വഴറ്റി വെച്ചിട്ട് വാങ്ങി വെച്ചതാണ്, അതും കൂടെ ഇട്ടു. മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കനലും കൂടെ കോരിട്ടിട്ട് നന്നായിട്ട് അമർത്തി വെക്കുക. നല്ല കനൽ കുറച്ച് മേലെ കോരിയിടുക. ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ അടിയിലും മേലെയൊക്കെ ആയിട്ട് ഇട്ടതാണ്. എല്ലാവരും ചെയ്യണേ. ഓക്കെ, ബൈ.